പോയി? അവിടെ നിക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? ഇല്ല. ഈ ജൂലിയുടെ അടുത്ത് നീ തോറ്റു കണ്ടോ? ഇല്ല, ഈ റിമോട്ടിലുള്ള ബട്ടൺസ് ശരിയല്ല. ഓ, കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കോ? എന്റെ കോൺസെൻട്രേഷൻ വെറുതെ കളയാതെ. എന്തിനു ഞാൻ വിടണം? ഞങ്ങൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തിട്ട് ലെവൽ 7 കഴിക്കണം. അതല്ല കള, നമുക്ക് ഇപ്പൊ തന്നെ ഓപ്പറയിലേക്ക് പോണം, ഈ രാത്രി തന്നെ. അത് അങ്കിൾ, എന്റെ ആർട്ട് പ്രദർശനം നാളെ തുടങ്ങുകയാണ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അങ്കിൾ. എന്ത് ഓപ്പറയോ? അങ്കിളിന് ബോർ അടിക്കെങ്കിൽ അങ്കിൾ മാത്രം പോയിക്കോളൂ, ഞങ്ങൾക്ക് കളിക്കണം. ആവശ്യമില്ല, ശാഠ്യം പിടിക്കാതെ നമുക്ക് ഉടനെ തന്നെ അവിടെ പോകണം. അവിടെ അത്ഭുതകരമായ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 7 അത്ഭുതങ്ങളോ? അല്ല അങ്കിൾ, അത് പിന്നെ ഈ ഗ്രൂപ്പാണ് എനിക്കും ഓപ്പറ ട്രെയിനിങ് തന്നത്. അങ്കിൾ ഓപ്പറയിലുണ്ടായിരുന്നോ? അതും എന്റെ ചെറിയ പ്രായത്തില്. അങ്ങനെയാണെങ്കിൽ അങ്കിൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടോ? ആടലും പാടലും ഒക്കെ എന്റെ കൂടെ പറഞ്ഞതാ. അതല്ലേ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അങ്കിൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതെ, എന്റെ പഴയ കൂട്ടുകാരനാണ് ഇപ്പൊ അതിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. ഞാൻ അവനെ കണ്ടിട്ട് ഏകദേശം 60 വർഷത്തോളം ആയിരിക്കും. ഇതൊരു മഹത്തരമായ പ്രേമ കാവ്യമാണ്. ഈ കഥാപാത്രം വളരെ സുന്ദരനാണ്. അവളുടെ പേര് ജിങ്കിളി. അവൾക്ക് ഇവനാണ് ലോകം. ഓ പെണ്ണെ, കാളയ്ക്ക് ആരോഗ്യം ശരിയില്ല കണ്ണേ. ജൂലി, ഞങ്ങളെ പോലെ മര്യാദയ്ക്ക് ഇരുന്നതൊക്കെ കാണ്. ഞാൻ എന്റെ കുറച്ച് ജോലി ചെയ്യട്ടെ. നീ ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് 4000 വർഷം പഴക്കമുള്ള സാധനമായിരുന്നു. ക്ഷമിക്കണേ, മലയിൽ കൂടി പോകുന്ന പോലുണ്ട്. ആരാത്? ഇപ്പൊ നീ ശ്രദ്ധിച്ചിരുന്നോ? ഇതൊരു മനോഹരമായ സീനാണ്. ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെ വരച്ചിരിക്കുന്നു നീ കണ്ടില്ലേ? സ്റ്റേജിന്റെ രഹസ്യങ്ങളൊന്നും നിന്നോട് പറയാൻ പറ്റില്ല ജൂലി. ആ പെണ്ണിന് പ്രശ്നമായിട്ടുള്ളത് ഇവര് 2 പേരുമാണ്. സൂപ്പർ സൂപ്പർ, നല്ല നാടകം. കണ്ടു കണ്ടോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് വരല്ലേ? ഇതായിരിക്കും എല്ലാരും ഇഷ്ടപ്പെടുന്നത്. ആ കാലത്തിലുള്ള ഒരു ഹാസ്യ നടനായി ഇത്. ജാക്കിയെ കല നന്നായിട്ടുണ്ട്. അല്ല, അങ്കിളിന്റെ പഴയ ഫ്രണ്ടും അങ്കിൾ എന്നാണ് പറയാ? നീ വന്ന് കൊയ്യല്ലേ?
കൊയ്യയോ? എടാ പീതാംബരം, 60 വർഷത്തിന് ശേഷവും നിന്റെ ഓമന പേര് ഞാൻ ഓർമ്മ വെച്ചില്ലേ? പഴയ കാലത്തെ ഓർമ്മകൾ നിന്റെ മനസ്സിൽ തകട്ടി വരികയാണ്. ഇനിയും നിന്റെ ഹാസ്യച്ചെവിയുള്ള സംഭാഷണം മാറിയിട്ടില്ല അല്ലേ? ശരിക്കും ഇയാൾ അങ്കിളിനോടാണോ സംസാരിക്കുന്നത്? ഓ, നീ എന്റെ പുതിയ കുടുംബത്തെ പരിചയപ്പെടാനാണല്ലേ വന്നിരിക്കുന്നത്? എന്റെ കുടുംബത്തിനെയും നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവനാണ് ജാക്കി. ആ ശരി, നല്ല മര്യാദ കാണിക്കൂ. ഹലോ, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോറി, നാളെ എനിക്കൊരു എക്സിബിഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് ജോലിയുണ്ട്. ബൈ, പോട്ടെ. ദയവായിട്ട് നിങ്ങൾ അവനോടൊന്ന് ക്ഷമിക്കണം. പിന്നെ ഇവനാണ് എന്റെ അസിസ്റ്റന്റ് ഭീമൻ. എനിക്ക് കടയ്ക്ക് പോകണം. എനിക്ക് കടയ്ക്ക് പോകാനുള്ള സമയമായും തോന്നുന്നു. ഞാൻ വരട്ടെ. ഇനി ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അവൾ കുഞ്ഞാണ്. അവളുടെ പേര് ജൂലി. ഇവിടെ വഴിയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇതിൽ കൂടി പുറത്തു വന്നത്? ഹലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? അഭിനേതാക്കൾ ഒരിക്കലും സ്റ്റേജ് രഹസ്യം പുറത്തു പറയില്ല. ഇത് എല്ലാം ഈ തിയേറ്ററിന്റെ ഒരു മാന്ത്രിക ശക്തി. ഇത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമല്ലേ? ഇവളൊരു ചുറുചുറുക്കുള്ള കുട്ടിയാ. നമ്മുടെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളെല്ലാവരും എത്ര കഷ്ടപ്പെട്ടാണ് ട്രെയിനിങ് എടുത്തിരുന്നത്. എന്നാൽ നീ കഷ്ടപ്പെടുന്നത് പോലെ നന്നായി അഭിനയിച്ചിരുന്നു. ഓ, നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായിരുന്നു. എന്റെ ട്രൂപ്പിൽ നിന്ന് മാത്രമല്ല, മറ്റാരുടെ ട്രൂപ്പിൽ ചേർന്നിരുന്നെങ്കിലും നീ വലിയൊരു കോമാളിയാവുമാണ്. എന്നാ വേറെ എന്തൊക്കെയോ തന്ത്രം മന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഈ കലയുടെ തന്ത്രത്തെ നീ വിട്ടുപോയി കളഞ്ഞു. നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 60 വർഷങ്ങൾ കഴിഞ്ഞുപോയി. അതെല്ലാം സത്യമാണ് പീതാംബരം. എന്നാ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓ, ഇത് വിളിച്ചാ ഇങ്ങനെയാണ് സംഭവിക്കാ? ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുക? നീ തിയേറ്ററിന് മര്യാദ കൊടുക്കാതെ നടന്നതുപോലെ തന്നെയാണ് നിന്റെ കുട്ടികളെയും ഇപ്പൊ നടത്തുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഞാൻ സ്വയം തീരുമാനിച്ചാണ് ഈ സ്ഥലം വിട്ടു പോയത്. എന്നാ ഇപ്പൊ നിന്റെ സംസാരം ശരിയല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. പക്ഷേ അങ്കിൾ, അവർ രണ്ടുപേരും എങ്ങനെ അതിനകത്തുനിന്ന് വന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. എല്ലാം മാജിക്കിന്റെ വേലയാണ് മോളെ. ഓക്കെ, അടുത്തത്. ഇതെന്താ? ഇവിടെ ഇരുന്നത് എവിടെ കാണാതെ പോയി? നീ ആ നാടകത്തിൽ അഭിനയിച്ച ആളല്ലേ? ഇതിനകത്ത് വേറൊരുത്തനോ? വേണ്ട, അതൊന്നും വിലപിടിപ്പുള്ളതല്ല. കപട നാടക വേഷക്കാരാ, അവിടെ നിൽക്ക, ഓടരുത്. അവിടെ നിക്കേ. എന്തിനാ അവരെ പിടിക്കാൻ പോകുന്നത്? ജൂലി, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? എനിക്ക് വീട്ടില് ബോറടിക്കുന്ന കൊണ്ട് ഞാൻ ഇതിന്റെ മേലെ കയറിയിരിക്കുന്നു. നിനക്കും ബോറടിക്കുന്നുണ്ടോ? ജൂലി, നീ അവിടെ തന്നെ നിക്കേ. അവര് കള്ളന്മാരാണ്.
അപ്പൊ അവര് അഭിനയിക്കുന്നവരല്ലേ? എല്ലാത്തിനും ഈ മാജിക് മേക്കപ്പ് ആണ് കാരണം. ഡോറൊന്ന് തുറക്കണോ? താങ്ക് യു. ടിക്കറ്റ് 50 രൂപ. അത് അവരോടെന്താ നിങ്ങൾ ടിക്കറ്റ് ചോദിക്കാത്തത്? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാടാ. ജൂലി, നീ എങ്ങനെ ഇവിടെ? പിന്നിൽ നോക്ക്. കണ്ണു പോയിട്ടുണ്ടാവും. നിക്കവിടെ. ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിടിക്കണം. ശ്രദ്ധിച്ച് കേൾക്കൂ, ഒരാൾ മുകളിൽ നിന്ന് വരണം. നിന്റെ അങ്കിളിന് വേണ്ടി ക്ഷമ ചോദിക്കാൻ വന്നതാണോ? അല്ല, നിങ്ങളുടെ ട്രൂപ്പിലുള്ള 2 കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്താ പറഞ്ഞത്? ഈ 2 ആൾക്കാരും കൂടെ ഇന്നലെ മ്യൂസിയത്തിൽ വന്ന് രാത്രിയിൽ ഞാൻ അവിടെ ഉള്ള സമയത്ത് അവിടുന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചു. എന്റെ ട്രൂപ്പിലുള്ളവരൊന്നും അങ്ങനെയുള്ളവരല്ല. ഞങ്ങളുടെ മാന്ത്രിക ശക്തിയെ തിയേറ്ററിനുള്ളിൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും. കാരണം നീ ഒരു തല്ലുകൊള്ളിയാ. അത് ഇന്നലെ ഇവന്മാരുടെ കണ്ണിന് അപകടം സംഭവിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഇതിങ്ങ അഴിക്കട മോനെ. എന്തായി? എല്ലാ പ്രതീക്ഷയും തകർന്നു പോയ അങ്കിൾ. സെക്ഷൻ 13 ആൾക്കാർ വിളിച്ചോണ്ട് വന്നിട്ട് ഇവരെ പേടിപ്പിക്കാം. ഇല്ല, പീതാംബരം മഹാ അഹങ്കാരിയ. അവന്റെ മനസ്സിനകത്ത് എന്തുണ്ടെങ്കിലും അവൻ പറയില്ല. എന്നാൽ അവൻ നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതിലൊരു സംശയവും വേണ്ട. ക്രിമിനൽസിനെ അവൻ ഒരിക്കലും അവന്റെ കൂടെ ചേർക്കില്ല. അതല്ല അങ്കിൾ, ഞാൻ ഇന്നലെ അവരെ കണ്ടു. ഈ കാര്യം നീ ഒരിക്കലും പോലീസിൽ അറിയിക്കാൻ പാടില്ല. ഞാനാ നിന്നോട് പറയുന്നത്. ഓ, എന്ത് പറയാനാ, സംഭവിച്ചു പോയില്ലേ. ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. അങ്കിൾ, അവരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി, പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അതൊന്നും മുഖ്യമുള്ള കാര്യമല്ല. എനിക്ക് ഓപ്പറ എന്ന ഭയങ്കര ഇഷ്ടമാണ്. ജൂലി പോയിട്ട് ഒരുപാട് നേരമായല്ലോ, അവനെ കാണാനില്ല. എന്താ ഉണ്ടായത്? മോഷ്ടിച്ച സാധനങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നേ. മാജിക് മേക്കപ്പ് സൂപ്പർ. ഞാൻ ഇതിൽ വെച്ചൊരു കളി കളിക്കും. എന്തത്? വൃത്തികേടായിട്ട് പാടുന്നവൻ വന്നു. എന്തായി? പുറത്തുള്ളവർക്കൊന്നും നമ്മളെ കുറിച്ച് സംശയമില്ലല്ലോ? ഇല്ല, ഇന്നലെ വന്നവരെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ആർട്ടിസ്റ്റ് എല്ലാവരും വരൂ, സമയമായി. അത് തന്നെയല്ല, അങ്ങനെ സംശയം തോന്നിയാലും അവർ സംശയിക്കുന്നത് നമ്മുടെ ലീഡറെ ആയിരിക്കും. നമ്മൾ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പശുവിനെ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് 2 പേർക്കും രക്ഷപ്പെട്ടു പോവാം. ചുമരിന് കാതുണ്ട്, കണ്ണുണ്ട്. താഴെ നോക്ക്. ചേച്ചിന്റെ പുറകില് വാ. ജൂലി, നീ എന്തിനാ ഇവിടെ? നാടകത്തിൽ നല്ലവരായിട്ട് അഭിനയിക്കുന്നവര് ചീത്ത ആൾക്കാരായിട്ട് അഭിനയിക്കുന്നവര് നല്ല ആൾക്കാര്. കുറച്ച് മനസ്സിലാകുന്ന പോലെ പറ ജൂലി. അവരാണ് ആ സാധനങ്ങളെ മോഷ്ടിച്ചത്. വാവ്, ഇവർക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം. ആ കാലയുടെ അകത്താണ് എല്ലാം ഉള്ളത്. അത് തന്നെ. എന്താ അത് തന്നെ? മോഷ്ടിച്ച സാധനങ്ങൾ കാലയുടെ അകത്തുള്ളത്. അവർ രക്ഷപ്പെടുന്ന മുമ്പ് നമുക്ക് അവരെ പിടിക്കണം. വാ.
ജൂലി അങ്കിൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെ ഈ സമയത്ത് സ്റ്റേജിന്റെ മുന്നിൽ പോവുക? അങ്കിളിനെ കാണാൻ പറ്റാത്ത വിധത്തിൽ പോവാം. എന്നെ വെറുതെ ഒരു കോമാളി ആക്കല്ലേ. ഓ കണ്ണേ കാളയ്ക്ക് ആരോഗ്യം ശരിയില്ല കണ്ണേ. ആ ഈ സീനിൽ കോമാളി വരാനേ പാടില്ല. അസുഖമില്ലാത്ത പശുവിനെ ഞാൻ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ നാടകത്തിൽ 2 ഹാസ്യ നടന്മാരുണ്ടല്ലേ? കാളയെ കോട്ടയ്ക്ക് കൊണ്ടുപോകണം. അതൊന്നും അല്ലടാ പാട്ടിന്റെ വരികൾ. അല്ല, മൃഗാശുപത്രിയിലേക്ക് വരണം. കോട്ടയ്ക്ക് കൊണ്ടുപോകണം. ആശുപത്രി. കോട്ടയ്ക്ക് കൊണ്ടുപോകണം. അല്ല, ആശുപത്രി. കാളയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയൂടാ? ഓ ഏതായി കുട്ടിശ്രാം. അയ്യോ ഈ കോമാളികളുമായിട്ടാണ് നമ്മൾ അടികൂടുന്നത്. ഓ, തന്നെ ഇതൊക്കെ വേണോ? അല്പന അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്നു. അധികം തന്നേക്ക്. പീതാംബരം, ഒരു നിമിഷം ഇങ്ങോട്ട് എനിക്കൊന്ന് പറയണം. ഒന്നും പറയണ്ട. എന്നോട് പക പോക്കാൻ വേണ്ടി നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. സൂപ്പർ ജക്കി. യോ. നീ കൊണ്ടുവന്ന ആൾക്കാർ എന്റെ നാട്ടിന്റെ സൽപ്പേര് തന്നെ ചീത്തയാക്കി. ഇതിനെന്താ അർത്ഥം? നിന്റെ നാട്ടിന്റെ മര്യാദ യവന്മാരെല്ലാം കൂടെ നശിപ്പിച്ചു എന്നർത്ഥം. തീർന്നടാ പീതാംബരം. ആപത്ത് വന്നു. ഞാൻ ഉടനെ പോകണം. മുഖം കഴുകിട്ട് പോ. കോമാളി എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ചിന്തിക്കാനും കഴിയുമെന്ന് ഞാൻ കോമാളി ആയതിനു ശേഷമാണ് മനസ്സിലായത്. കണ്ണുണ്ടായിട്ടും ഞാൻ കുരുടനായി പോയി. നിന്റെ ബുദ്ധി കാരണമാണ് ഈ കള്ളന്മാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും മുത്തശ്ശ? നിനക്ക് വേണ്ടി ഓപ്പറയുടെ കഥ എപ്പോഴും തുറന്നിട്ടിരിക്കും. എനിക്കതിന് താല്പര്യമില്ലടാ പീതാംബരം. ഗുഡ് ബൈ. ഇനി ഒരു കാര്യം, വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. പക്ഷെ 60 വർഷം കഴിഞ്ഞല്ല, വളരെ വേഗത്തിൽ തന്നെ. ഞാൻ വരട്ടെ. അത് തന്നെയാണ് എന്റെ പ്രതീക്ഷയും.